ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വോയിസ് ഓഫ് കെ കെ. വരവിൻ്റെ വരവ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്ന കാര്യം തന്നെ ആയിരിക്കുമല്ലോ. വരവിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സംവിധായകനായ ഷാജി കൈലാസിനെ കുറിച്ച് പറയണം. 19s കാലഘട്ടങ്ങളിൽ ഞാൻ ഫിലിം ന്യൂസ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് സൺഡേകൾ വരുന്ന ന്യൂസ് പേപ്പറിൻ്റെ കൂടെ ഒരു അഡീഷൻ ഷീറ്റ് വരും കേട്ടോ. ആ ഷീറ്റിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിന്നൊരു പേരാണ് ഷാജി കൈലാസ്. പിന്നീട് തിയേറ്ററിലും അതുപോലെ തന്നെ ടി വിയിലൊക്കെ ഷാജി കൈലാസ് എന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നുന്നൊരു ഫീലുണ്ട്. ത്രൂ ഔട്ട് എന്താ പറയുക, ഒരു ത്രില്ലിങ് ആൻഡ് ആക്ഷൻ ഫിലിം കാണാം എന്നുള്ളൊരു പ്രതീതി. അത്തരത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ന്യൂ ജനറേഷൻ സംവിധായകൻ കൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടേസ്റ്റ് മനസ്സിലാക്കാതെ വന്ന ഫിലിമുകളായിരുന്നു ഷാജി കൈലാസിൻ്റേത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നാളെ എന്നെ ഈ ഫിലിം കാണാൻ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് ഷാജി കൈലാസ് മുമ്പ് ചെയ്തു വെച്ച പല ചിത്രങ്ങളുടെ റെഫറൻസാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണ്. അതിലുപരി അദ്ദേഹത്തോട് നമുക്കുള്ളൊരു സ്നേഹമുണ്ട്. എൻ്റെ 19s കാലഘട്ടങ്ങളിൽ ഇത്രയും ആക്ഷൻ ഫിലിമുകൾ കാണാൻ എന്നെ പ്രേരിപ്പിച്ചും ആക്ഷൻ ഫിലിമിനോട് എനിക്കൊരു ഇഷ്ടം തോന്നാനൊക്കെ കാരണം ഷാജി കൈലാസാണ്. അപ്പോൾ വരവിനെക്കുറിച്ച് സംസാരിക്കട്ടോ. ജോജോ പ്രധാന വേഷത്തിലെത്തുന്ന, സാനിയ അയ്യപ്പൻ, അതുപോലെ തന്നെ അർജുൻ അശോക്, അങ്ങനെ വലിയൊരു താരനിര, വാണി വിശ്വനാഥ്, ഇവരൊക്കെയുള്ള ഒരു നല്ല ഫിലിമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫിലിമിൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു സമ്പന്നനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു പ്രമാണി അവിടെ ഇരിക്കുന്നൊരു ഫാമിലി അല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിക്കുന്നൊരു ഫാമിലിയോട് വളരെ മോശമായിട്ട് പെരുമാറുകയും അവരെ എന്താ പറയുക ചൂഷണം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിൽ അങ്ങനെ ആ ഫാമിലി തകർന്നു പോവുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതിലൊരാളെ തിരിച്ചെത്തുകയും അതിലെ പ്രതികാരവും അയാളെ നിരപരാധിത്വമൊക്കെ തെളിയിക്കുന്ന ഒരു ഇമോഷണൽ ത്രില്ലറാണ് ഫിലിമിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതിലുപരി ജോജോൻ്റെ ആക്ഷൻ സീക്വൻസിനെ പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാലോ കേട്ടോ. ഈ ട്രെയിലറിലൊക്കെ ചിലയിടങ്ങളിൽ ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ജോജോ മലയാള ഫിലിമിൽ എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചു വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിമിനോടുള്ളൊരു ഇഷ്ടവും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമൊക്കെ ഫിലിമിലെ ഓരോ സീക്വൻസിലും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിലർ കണ്ടിട്ട് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വെച്ചാൽ അങ്ങേയറ്റം നല്ല ആക്ഷൻ സീക്വൻസ് നിങ്ങൾ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. കാരണം വെച്ചാൽ നല്ല ആക്ഷൻ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ നല്ല ക്യാമറ വർക്കൊക്കെ ആണെന്നാണ് എനിക്ക് ട്രെയിലർ കണ്ട് തോന്നിയത്. ഫിലിമിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അതാണ്. പിന്നെ നാളെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ ഞാനും ആ ഫിലിം കാണും. ഫിലിമിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളോട് എന്താ പറയുക എൻ്റെ റിവ്യൂയിലൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞത് ബേസിക്കായിട്ടുള്ള ഷാജി കൈലാസ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയും ട്രെയിലറിയും പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന ട്രെയിലറിൽ നിന്നും അതുപോലെ ഗൂഗിളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന കഥ സ്റ്റോറിയുടെ ഒരു ബേസാണ് കേട്ടോ. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലുപരി എന്നെ നാളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഷാജി കൈലാസും അതുപോലെ തന്നെ ജോജോൻ്റെ ആക്ഷൻ സീക്വൻസിനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ജോജോ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ആക്ഷൻ ഐക്കണായി മാറട്ടെ എന്ന പ്രതീക്ഷയുണ്ട്. നാളെ തിയേറ്ററിൽ പോയിട്ട് ഫിലിം കണ്ട് അതിൻ്റെ റിവ്യൂ കൂടി പറയുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.